ശബരിമലയിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഗുരുസ്വാമിമാരുടെ തെങ്ങിൻ തൈ സമർപ്പണം. 18 വർഷം തുടർച്ചയായി മല ചവിട്ടാൻ സാധിച്ചതിന്റെ കാണിക്കയായാണ് സ്വാമിമാർ തൈ സമർപ്പിക്കുന്നത്. നാൾ വ്രതമനുഷ്ഠിച്ച് നെയ് നിറച്ച നാളികേരം ഇരുമുടിക്കെട്ടിലേന്തി കാടും മേടും താണ്ടി അയ്യന്റെ മുന്നിലെത്തി ദർശന പുണ്യം തേടുകയാണ് അയ്യപ്പ ഭക്തർ. 18 വർഷം തുടർച്ചയായി ദർശന സൗഭാഗ്യം നേടിയവർ ഗുരുസ്വാമിമാരാകും. ഇവർ അയ്യപ്പന് കാണിക്കയായി സമർപ്പിക്കുന്നതാണ് ഈ തെങ്ങിൻ തൈകൾ. വ്രതം ആരംഭിക്കുന്ന നാളിൽ തൈ മണ്ണിൽ മുളയ്ക്കാനായി കുഴിച്ചിടുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ തൈ പരിചരിക്കുന്നു. ഒടുവിൽ ഇരുമുടിക്കെട്ടുമായി മലയിലേക്ക് പുറപ്പെടുമ്പോൾ തെങ്ങിൻ തൈയും ഒപ്പം കൊണ്ടുവരുന്നു. திருச்சியிலேருந்து வரோம். திருச்சியை கொண்டு வந்து இங்கே வைக்கிறோம். இது என்னென்னா இங்கே வச்சா நெக்ஸ்ட் இயரில் நான் வரலனாலும் எனக்கு பதிலாக இந்த இது தென்னமரம் இங்கே இருக்கும். ஸோ என்னை ஃபாலோ பண்ணி வரவங்க இதை பார்ப்பாங்க அப்படிங்கிறதுக்காக இது பண்ணிருக்கோம். கோவிலில் தான் வச்சு கொண்டு வரோம். இப்போ இந்த வாட்டி வீட்டிலேருந்து எடுத்துகிட்டு வரோம். இது நம்ம ஒரு 2.5 years ஆயிடுச்சு വെച്ച് இந்த வாட்டி எடுத்துட்டு வரோம். 18ാം പടിയേറി അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും കണ്ട് ഭസ്മക്കുളത്തിൽ കുളിച്ച ശേഷമാണ് കുളത്തിന് സമീപത്തായി തെങ്ങിൻ തൈ നടാറുള്ളത്. இதாமா வீட்டில் வச்சு இதுக்கு பஜனை பண்ணி அதுக்கெல்லாம் இது பண்ணி சாமி குருசாமி எடுத்துகிட்டு வந்திருக்காரு. அங்கே எடுத்துக்கிட்டு அங்கே வீட்டிலேருந்து தென்னங்க நாங்கள் வீட்டுக்கு அங்கே எடுத்துக்கிட்டு நம்ம மாரியம்மன் கோயில் அப்புறம் பிள்ளையார் கோயில் எடுத்துகிட்டு போய் வீட்டில் வச்சு பூஜை செஞ்சுட்டு வரும்போது எடுத்துகிட்டு வந்துடுவோங்க. அன்றைக்கி பஜனை வச்சு சாமிகளும் அன்னதானம் பண்ணுவோம். മുൻ വർഷങ്ങളിൽ ആയിരക്കണക്കിന് ഗുരുസ്വാമിമാരാണ് തെങ്ങിൻ തൈകളുമായി മല കയറുന്നത്. എന്നാൽ ഇത്തവണ അത് വിരലിലെണ്ണാവുന്നതായി കുറഞ്ഞു. നേരത്തെ തൈ നടാനും പരിപാലിക്കാനും പ്രത്യേക സ്ഥലമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതില്ല. സ്ഥലപരിമിതി കാരണം തൈകൾ നാൾക്കുനാൾ പമ്പയിലെത്തിച്ച് ഫാമുകളിലേക്ക് മാറ്റുകയാണ്. അതിനാൽ ചിലരെങ്കിലും തൈ നടുന്ന ചടങ്ങിനോട് വിമുഖത കാട്ടുന്നുണ്ട്. ന്യൂസ് മലയാളം, സന്നിധാനം.